വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ ബിഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷനാണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടൻസിന് വേണ്ടി പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ ബിഫാം ഫോർത്ത് സെമസ്റ്റർ ഫാർമക്കോഗ്നസി ആൻഡ് ഫൈറ്റോ കെമിസ്ട്രി എന്ന സബ്ജക്റ്റിൽ കൺസർവേഷൻ ഓഫ് മെഡിസിനൽ പ്ലാന്റ്സ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. കൺസർവേഷൻ ഓഫ് മെഡിസിനൽ പ്ലാന്റ്സ്. നമ്മുടെ പ്ലാനറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോറ ആൻഡ് ഫിയോണ കൊണ്ട് റിച്ച് ആണ്. അതായത് ഒരുപാട് ന്യൂമറസ് മെഡിസിനൽ പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ പ്ലാനറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ എക്സസീവ് എക്സ്പ്ലോയിറ്റേഷൻ കാരണം ഇപ്പം മെഡിസിനൽ പ്ലാന്റ്സ് ഒക്കെ എന്താണ്, നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കൺസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രിസർവേഷൻ ആൻഡ് കെയർഫുൾ മാനേജ്മെൻറ്റ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ടു എൻഷ്യൂർ. അതായത് കൺസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ റിസോഴ്സസിനെ പ്രിസർവ് ചെയ്യുക, അതേപോലെ കെയർഫുള്ളി മാനേജ് ചെയ്യുക. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? അത് ഒരുപാട് കാലം നിലനിൽക്കാൻ വേണ്ടിയിട്ട്, ലോങ് ടേം സർവൈവലിന് വേണ്ടിയിട്ട്, നാച്ചുറൽ ഹാബിറ്ററ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ അതേപോലെ ഫ്യൂച്ചർ ജനറേഷൻസിനൊക്കെ ബെനിഫിറ്റിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ നാച്ചുറൽ റിസോഴ്സസിനെ കെയർഫുള്ളി മാനേജ് ചെയ്യുക, പ്രിസർവ് ചെയ്യുക. ആ ഒരു പ്രോസസ്സാണ് എന്ത്? കൺസർവേഷൻ. ഇനി മെഡിസിനൽ പ്ലാന്റ്സിന് വരുന്ന മേജർ ത്രെഡ്സ് എന്തൊക്കെയാണ്? ഒന്ന് നാച്ചുറൽ കലാമിറ്റീസ്, എർത്ത് ക്വേക്ക്, ഫ്ലഡ്, ഫോറസ്റ്റ് ഫയേഴ്സ്, ഡ്രോട്ട്, ഓസോൺ ലെയർ ഡിപ്ലീഷൻ. ഹ്യൂമൻ ആക്ടിവിറ്റീസ് അടുത്തൊരു ത്രെട്ടാണ്. അതായത് ഡീഫോറസ്റ്റേഷൻ, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്, എക്സസീവ് ഹാർവെസ്റ്റിംഗ് ഓഫ് പ്ലാന്റ്സ്, ഓവർ യൂസ് ഓഫ് ഫെർട്ടിലൈസർ, സോയിൽ ഇറോഷൻ, ആസിഡ് റെയിൻ. ഇതൊക്കെ കാരണം നമ്മുടെ മെഡിസിനൽ പ്ലാന്റ്സ് എന്താണ്, നശിച്ചു പോകുന്നുണ്ട്. ഗ്ലോബൽ കൺസർവേഷൻ എഫേർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ WHO, അതേപോലെ IUCN, WWF ഒക്കെ ഒരുപാട് പ്രോഗ്രാംസ് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ വരുന്നതാണ് സെമിനാർ, കോൺഫറൻസ്, പബ്ലിക് അവയർനെസ് ക്യാമ്പയിൻസ്, അങ്ങനത്തെ ഒരുപാട് പ്രോഗ്രാംസ് ഈ WHO ആയാലും IUCN ആയാലും WWF ഒക്കെ ഇനീഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? പ്ലാൻ കൺസർവേഷനെ കുറിച്ച് ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി കൺസർവേഷൻ സ്ട്രാറ്റജീസിൽ വരുന്നതാണ് ഇൻ സൈറ്റു കൺസർവേഷനും എക്സ് സൈറ്റു കൺസർവേഷനും. ഇൻ സൈറ്റു കൺസർവേഷൻ എന്ന് പറയുമ്പോൾ വിത്തിൻ നാച്ചുറൽ ഹാബിറ്ററ്റ്. അതായത് നമ്മൾ പ്ലാന്റ്സിനെ എന്ത് ചെയ്യാണ്, അതിൻ്റെ നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇത് എക്കണോമിക്കലാണ്. പിന്നെ നേറ്റീവ് സ്പീഷീസിനെ പ്രിസർവ് ചെയ്യാൻ പ്രൊഡക്റ്റീവാണ്, ചീപ്പാണ്. പിന്നെ കോമൺലി യൂസ്ഡ് മെഡിസിനൽ പ്ലാന്റ്സിനും ചീപ്പ് മെഡിസിനൽ പ്ലാന്റ്സിനൊക്കെ ഇത് സ്യൂട്ടബിൾ ആണ്. അതിൽ വരുന്ന എക്സാമ്പിൾസ് ആണ് സാഞ്ചുറീസ്. സാഞ്ചുറീസ് എന്തിനു വേണ്ടിയിട്ടാണ്? ആനിമൽസിന് വേണ്ടിയിട്ടാണ് പ്രൈമർലി, പക്ഷേ പ്ലാന്റ്സിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത നാഷണൽ പാർക്കാണ്. അത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നാറ്റീവ് പ്ലാന്റ് കൺസർവേഷന് വേണ്ടിയിട്ടാണ്. അടുത്ത ബയോസ്ഫിയർ റിസർവ്സ് ആണ്. അതിൽ ലാൻഡ് ഉണ്ട്, വാട്ടർ ഉണ്ട്, ഫോറസ്റ്റ് ഉണ്ട്. 3 സോണായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കോർ ഏരിയ, ബഫർ ഏരിയ, മാനിപ്പുലേറ്ററി സോൺ. കോർ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിക്ട്ലി പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. അവിടെ ഹ്യൂമൻ ആക്ടിവിറ്റി അലൗഡ് അല്ല. ബഫർ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റഡ് ആക്സസ് ആണ്, ഗവൺമെൻറ് മോണിറ്റേർഡ് ആണ്. മാനിപ്പുലേറ്ററി ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൺട്രോൾഡ് അഗ്രികൾച്ചർ ആൻഡ് ലോക്കൽ യൂസിന് പെർമിറ്റ് ചെയ്തിട്ടുണ്ട്. യുനെസ്കോ എന്ത് ചെയ്തിട്ടുണ്ട്? മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ബയോസ്ഫിയർ റിസർവ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത എക്സാമ്പിളാണ് സാക്രഡ് ഗ്രോവ്സ്. സാക്രഡ് ഗ്രോവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്മോൾ ഫോറസ്റ്റ് ഏരിയാസ് ആണ്. അത് സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ റീസൺസിന് വേണ്ടിയിട്ട് പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇന്ത്യയിലും ശ്രീലങ്കയിലുമാണ് മെയിൻലി കാണുന്നത്. എക്സാമ്പിളാണ് കേരളത്തിലെ കാവ്. ഓൺ ഫാം കൺസർവേഷൻ. ഓൺ ഫാം കൺസർവേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഫാമിൽ മെഡിസിനൽ പ്ലാന്റ്സിനെ കൾട്ടിവേറ്റ് ചെയ്യുന്നതാണ്. കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ട്രഡീഷണൽ പ്ലാന്റ് വെറൈറ്റീസിനൊക്കെ കൺസർവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അടുത്തത് ഹോം ഗാർഡൻ. ഹോം ഗാർഡൻ എന്ന് പറയുമ്പോൾ ഓൺ ഫാം കൺസർവേഷനോട് സിമിലർ തന്നെയാണ്, പക്ഷെ ചെറുതായിരിക്കും, സ്മോൾ സ്കെയിലാണ്. പ്ലാന്റ്സ് ഹൗസ് ഹോൾഡ് ഗാർഡനിലാണ് ഗ്രോൺ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എന്ത്? ഇൻസൈറ്റു കൺസർവേഷൻ. അപ്പോൾ അതിൽ വരുന്ന എക്സാമ്പിൾസ് ആണ് സാങ്ച്വറീസ്, നാഷണൽ പാർക്ക്, ബയോസ്ഫിയർ റിസർവ്സ്, അതേപോലെ സാക്രഡ് ഗ്രോവ്സ്, ഓൺ ഫാം കൺസർവേഷൻ, ഹോം ഗാർഡൻ. അടുത്തത് എക്സൈറ്റു കൺസർവേഷൻ. ഔട്ട്സൈഡ് നാച്ചുറൽ ഹാബിറ്ററ്റ് ആണ്. എക്സൈറ്റു കൺസർവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലാന്റ് സ്പീഷീസിനെ അതിൻ്റെ നാച്ചുറൽ എക്കോസിസ്റ്റത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ അതിന് എവേ പ്രിസർവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എക്സൈറ്റു കൺസർവേഷൻ എന്ന് പറയാം. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ബൊട്ടാനിക്കൽ ഗാർഡൻ. ബൊട്ടാനിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞാൽ റെയർ ആയിട്ടുള്ള എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള മെഡിസിനൽ പ്ലാന്റ്സിനെയൊക്കെ നമ്മൾ പ്രിസർവ് ചെയ്ത് വെക്കുന്ന സ്ഥലമാണ്. അതുപോലെ ജീൻ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ് ജെനറ്റിക് മെറ്റീരിയലിനെ സ്റ്റോർ ചെയ്യുന്നു. സീഡ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചർ പ്ലാന്റിങ്ങിന് വേണ്ടിയിട്ടോ റിസർച്ചിന് വേണ്ടിയിട്ടൊക്കെ സീഡിനെ പ്രിസർവ് ചെയ്ത് വെക്കുന്നതാണ്.
അടുത്തത് ഇൻ വിട്രോ കൺസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിഷ്യൂ കൾച്ചറും ലബോറട്ടറി ബേസ്ഡ് കൺസർവേഷനൊക്കെയാണ് അതിൽ വരിക. ഇനി എക്സൈറ്റീവ് കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ നാച്ചുറൽ ഹാബിറ്ററ്റിന് എവെയാണ് പ്ലാന്റ്സിനെ പ്രിസർവ് ചെയ്യുന്നത്. ത്രെറ്റൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റെയർ ആയിട്ടുള്ള പ്ലാന്റ്സിനെയൊക്കെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടും റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും എഡ്യൂക്കേഷണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ എക്സൈറ്റീവ് കൺസർവേഷൻ മെയിൻലി ചെയ്യുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് മേജർ മെത്തേഡ്സ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ബൊട്ടാനിക്കൽ ഗാർഡനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലാർജ് കളക്ഷൻ ഓഫ് പ്ലാന്റ്സ് അവിടെ വളരുന്നുണ്ട്. അത് ലേബലൊക്കെ വെച്ചിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് ആളുകൾക്ക് വേണ്ടിയിട്ട്. സയൻറ്റിഫിക് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് മാനേജ് ചെയ്യുന്നത്. അത് പബ്ലിക് എഡ്യൂക്കേഷനെയും പ്ലാൻ റിസർച്ചിനൊക്കെ ഹെൽപ്പ് ചെയ്യും. എക്സാമ്പിളാണ് ട്രോപ്പിക്കൽ ബൊട്ടാനിക്കൽ ഗാർഡൻ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചിയിലുള്ള കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഈ ബൊട്ടാനിക്കൽ ഗാർഡനിന് എക്സാമ്പിളാണ്. അടുത്തത് ജീൻ ബാങ്ക് ആണ്. ജീൻ ബാങ്ക് എന്ന് പറഞ്ഞാൽ ജെനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള സീഡ്, എംബ്രിയോ, ടിഷ്യൂസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന പ്ലേസ് ആണ്. ക്രയോജനിക് ടെമ്പറേച്ചറിലാണ് -196°C ലിക്വിഡ് നൈട്രജൻ യൂസ് ചെയ്തിട്ടാണ് പ്രിസർവ് ചെയ്യുന്നത്. അത് ജെനറ്റിക് മെറ്റീരിയൽസിൻ്റെ ഷെൽഫ് ലൈഫിനെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് സീഡ് ബാങ്ക് കോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡാണ്. സീഡ്സിനെ നമ്മൾ വെരി ലോ ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. വയബിൾ സീഡ്സിനെ നമുക്ക് ഇയേഴ്സ് വരെ, അതായത് കൊല്ലങ്ങളോളം പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റും. ഇനി അടുത്തതാണ് കമ്മ്യൂണിറ്റി സീഡ് ബാങ്ക്. അത് ലോക്കൽ ഫാർമേഴ്സാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് പ്രയർ ഹാർവസ്റ്റ് എന്നുള്ള സീഡ്സൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അത് കമ്മ്യൂണിറ്റി ആയിട്ട് ഷെയർ ചെയ്യും. അങ്ങനെ ലോക്കൽ ക്രോപ്പ് ഡൈവേഴ്സിറ്റീനെ പ്രിസർവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടും റൂറൽ പോപ്പുലേഷൻസ് കൂടുതൽ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് എക്സൈറ്റീവ് കൺസർവേഷൻ്റെ മെത്തേഡ്സ്. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നാച്ചുറൽ ഹാബിറ്ററ്റിൽ വളർത്തുന്ന സമയത്ത് ഹൈ റിസ്കിലുള്ള പ്ലാന്റ്സിനൊക്കെ നമുക്ക് ഇവിടെ പ്രിസർവ് ചെയ്യാൻ പറ്റും. അതേപോലെ റിസർച്ചിനൊരു മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യും. എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും അവയർനെസ്സിന് വേണ്ടിയിട്ടും അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഡിസാസ്റ്റർ റിക്കവറി ഓഫ് പ്ലാന്റ് സ്പീഷീസിന് യൂസ്ഫുൾ ആണ്. അടുത്തൊരു കൺസർവേഷനാണ് ഇൻ വിട്രോ കൺസർവേഷൻ ഓഫ് മെഡിസിനൽ പ്ലാന്റ്സ്. ഇൻ വിട്രോ കൺസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ് സെൽസ്, ടിഷ്യൂസ്, ഓർഗൻസിനെയൊക്കെ സ്റ്റെറൈൽ കണ്ടീഷൻസിൽ ഒരു ന്യൂട്രിയൻ റിച്ച് ലിക്വിഡ് അല്ലെങ്കിൽ സെമി സോളിഡ് മീഡിയത്തിൽ പ്രിസർവ് ചെയ്ത് വെക്കുകയാണ്, ഒരു കൺട്രോൾഡ് എൻവയോൺമെൻറ്റിൽ. അതാണ് ഇൻ വിട്രോ കൺസർവേഷൻ ഓഫ് മെഡിസിനൽ പ്ലാന്റ്സ്. എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വാല്യുബിൾ ആയിട്ടുള്ള പ്ലാന്റ് സ്പീഷീസിനെയൊക്കെയാണ് നമ്മളിങ്ങനെ കൺസർവ് ചെയ്യുക. ഇവിടെ നമ്മൾ കൺസർവ് ചെയ്യുന്നത് പറഞ്ഞാൽ പ്രോട്ടോപ്ലാസ്റ്റ് ഉണ്ട്, അതായത് സെൽ വിത്തൗട്ട് സെൽ വോൾ, ഐസൊലേറ്റഡ് സെൽസ്, മെരിസ്റ്റം, ടിഷ്യൂ, സൊമാറ്റിക് എംബ്രിയോസ് ഒക്കെയാണ് നമ്മൾ അസെപ്റ്റിക് കണ്ടീഷൻസിൽ സ്യൂട്ടബിൾ ന്യൂട്രീഷണൽ മീഡിയത്തിൽ സർവൈവലിന് റീഗ്രോത്തും കാര്യങ്ങളൊക്കെ എൻഷുർ ചെയ്തുകൊണ്ട് നമ്മൾ കൺസർവ് ചെയ്യുന്നത്. അതിൽ വരുന്നതാണ് ക്രയോ പ്രിസർവേഷൻ എന്ന് പറയുമ്പോൾ പ്ലാന്റ് മെറ്റീരിയലിന് നമ്മൾ -196°C ലിക്വിഡ് നൈട്രജൻ യൂസ് ചെയ്ത് സ്റ്റോർ ചെയ്യുകയാണ്. ഈ ഒരു ടെമ്പറേച്ചറിൽ എല്ലാ സെല്ലുലാർ ആക്ടിവിറ്റീസും കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യും. പക്ഷേ അവിടെ എന്തുണ്ട്? ഫ്രീ റാഡിക്കൽ ഫോർമേഷൻ ഉണ്ടാവാനുള്ളൊരു, അങ്ങനെ ഡാമേജ് കോസ് ചെയ്യാനുള്ളൊരു റിസ്ക് ഉണ്ട്. ക്രയോ പ്രിസർവേഷൻ്റെ ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിട്രിഫിക്കേഷൻ, അതായത് സെൽസിനെ നമ്മൾ ഹൈലി കോൺസെൻട്രേറ്റഡ് ക്രയോ പ്രൊട്ടക്റ്റൻസിനോട് എന്ത് ചെയ്യുക, എക്സ്പോസ് ചെയ്യാണ്. ഐസ് ക്രിസ്റ്റൽ ഫോർമേഷൻ പ്രിവെൻറ്റ് ചെയ്യും. സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീസ് ഡ്രൈ ചെയ്യുന്നുണ്ട് സ്റ്റോർ ചെയ്യുന്നതിന് മുൻപ്. അങ്ങനെ സ്റ്റോറിങ് സമയത്ത് എന്ത് ചെയ്യും, സെൽ ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. അടുത്ത മെത്തേഡാണ് വിട്രിഫിക്കേഷൻ കഴിഞ്ഞ അടുത്തതാണ് എൻകാപ്സുലേഷനിൽ വരുന്നത് നമ്മൾ എന്താ, എൻകാപ്സുലേറ്റ് ചെയ്ത് വെക്കുക, അതായത് പ്രൊട്ടക്റ്റീവ് ജെൽസിൽ എൻകാപ്സുലേറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. അത് കോൺസെൻട്രേറ്റഡ് ഷുഗർ സൊല്യൂഷൻസിലോ ഒക്കെ ഇമ്മേഴ്സ് ചെയ്ത് വെച്ചിട്ട് എയർ ഡ്രൈ ചെയ്തിട്ട് ലിക്വിഡ് നൈട്രജനിൽ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻവിട്രോ കൺസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയർ ആയിട്ടുള്ള എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്ലോ ഗ്രോയിങ് പ്ലാന്റ്സിനെ കൺസർവ് ചെയ്യാൻ യൂസ്ഫുൾ ആണ്. അതേപോലെ പ്ലാന്റ് ജെനറ്റിക് മെറ്റീരിയൽസിൻ്റെ ലോങ് ടേം സ്റ്റോറേജിന് യൂസ്ഫുൾ ആണ്. ബയോടെക്നോളജിക്കൽ റിസർച്ചിനും ബ്രീഡിംഗ് പ്രോഗ്രാംസിനൊക്കെ ഹെൽപ്പ് ചെയ്യും. എക്സൈറ്റീവ് ആൻഡ് ഇൻസൈറ്റീവ് കൺസർവേഷൻ സ്ട്രാറ്റജീസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനുള്ളത്. നമ്മൾ മെയിനായിട്ട് ഇന്ന് നോക്കിയത് കൺസർവേഷൻ ഓഫ് മെഡിസിനൽ പ്ലാന്റ്സ് ആണ്. അതിൽ തന്നെ ഇൻസൈറ്റീവ് കൺസർവേഷനും എക്സൈറ്റീവ് കൺസർവേഷനും അതേപോലെ തന്നെ ഇൻവിട്രോ കൺസർവേഷൻ, 3 കൺസർവേഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. കോമൺ ആയിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻസൈറ്റീവ് ആൻഡ് എക്സൈറ്റീവ്
കൺസർവേഷൻ. അപ്പോൾ അത് കമ്പയർ ചെയ്ത് എഴുതാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കായിട്ട് കാണാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.